മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കമലേശ്വരത്ത് വന്നിട്ട് ദുർഗയായിട്ടും കരുണയായിട്ടും അതുപോലെ സ്വാതിയായിട്ടും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. സ്വാതി എന്തിനാ ഇവിടെ വന്ന് നിൽക്കണേന്നൊക്കെ ചോദിച്ച് സ്വാതിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് സ്വാതി പറയുന്നുണ്ട്, എന്നോട് അപ്പച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കണേന്ന്. ആ സമയം മഞ്ജു ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ ഇതിനു മുമ്പ് നിനക്കൊരു അവസരം കിട്ടിയതാ. അന്ന് നിന്നോട് നിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ എല്ലാവരും നിർബന്ധിച്ച് പറഞ്ഞതാണ് കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ. അപ്പോൾ നിനക്ക് കണ്ണേട്ടനെ പുച്ഛമായിരുന്നു, വീൽ ചെയറിലിരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ലക്ഷ്മിയടുത്തേയും കണ്ണേട്ടനും പിരിയുകയെന്ന് പറഞ്ഞപ്പോൾ നീ ഓടിക്കയറി വന്നേക്കണേ എന്തിനാടി? കണ്ണേട്ടനെ വശീകരിച്ച് കയ്യിലാക്കാനല്ലേ? അത് നിനക്ക് കണ്ണേട്ടനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലാതെ എനിക്കറിയാം. കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ അങ്ങനെ തന്നെ പിരിഞ്ഞാൻ വേണ്ടിയിട്ട് അതൊരിക്കലും നടക്കാൻ പോണില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അത് തീരുമാനിക്കുന്നത് നീയാണോ? ഇനി എന്തായാലും കണ്ണേട്ടൻ്റെ ഭാര്യയായിട്ട് സ്വാതി ഇവിടെ ഉണ്ടാവുന്ന ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാത്ത കാര്യം. എന്തായാലും നിന്റെ അച്ഛനെ അമ്മേനെയും സമ്മതിക്കണം. ഇതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് നിന്നെ പറഞ്ഞു വിട്ടല്ലോ. ആ സമയം ദുർഗ പറയുന്നുണ്ട്, അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടതല്ല, ഞാനാ മോളോട് പറഞ്ഞത്, ഇനി മോൾ ഇവിടെ നിന്നാൽ മതിയെന്ന്. അത് കൊള്ളാം, അമ്മയുടെ മനസ്സിലിരിപ്പ് നന്നായി. എന്തായാലും കണ്ണേട്ടൻ്റെ സ്വത്തുക്കളാണല്ലോ നിങ്ങളുടെ മനസ്സിലെപ്പോഴും. നിങ്ങൾ ശരിക്കും ഒരു പരാജയപ്പെട്ട അമ്മ ഒരിക്കലും നിങ്ങളുടെ മകളായി ജനിക്കരുതായിരുന്നു. അല്ലേ തന്നെ എനിക്ക് സംശയമുണ്ട്, ഞാൻ നിങ്ങളുടെ മകളാണോ അതോ നിങ്ങളെന്നെ എവിടെന്നെങ്കിലും കളഞ്ഞു കിട്ടിയതാണോ എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, നിന്നെ എനിക്ക് കളഞ്ഞു കിട്ടിയതൊന്നുമല്ല, ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചത് തന്നെയാണ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് നിന്നെ പോലെ ഒരെണ്ണത്തിനെ പ്രസവിക്കണ്ടായിരുന്നു എന്ന്. എന്തായാലും അമ്മ പറഞ്ഞത് നന്നായി. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊന്നയാളല്ലേ എൻ്റെ അമ്മ മൊത്തത്തിലൊരു പരാജയമാണെന്ന് പറയുമ്പം ദുർഗയാണെങ്കിൽ ഇറങ്ങടി ഇവിടെ നിന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ തല്ലാനായിട്ട് കൈ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് വേഗം തന്നെ മഞ്ജു ആ കയ്യെ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ശക്തിയായി തന്നെ ആ കൈ താഴോട്ട് വിട്ടിട്ട് ദുർഗയോട് പറയുന്നുണ്ട്, എന്നെ തല്ലാനും എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാനും പറയാനുള്ള ഒരു യോഗ്യത അമ്മയ്ക്കില്ല. അങ്ങനെ അമ്മ പറയണമെങ്കിൽ ഒന്നിലെ ഇത് അമ്മയുടെ പേരിലുള്ള വീടായിരിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ സ്വന്തം വീടായിരിക്കണം. ഇത് രണ്ടുമല്ല, ഇതെൻ്റെ കണ്ണേട്ടൻ്റെ വീടാണ്. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള ഒരു അധികാരവും അമ്മയ്ക്കില്ലാന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തായാലും സ്വാതിയുടെയും കണ്ണേട്ടൻ്റെയും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വാതിയെ തീരുമാനിക്കണം ഇവിടെ ആരൊക്കെ വരണമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, സ്വാതിക്ക് അങ്ങനെ തീരുമാനിക്കാനൊന്നും പറ്റില്ല. ശരിക്കും നിയമപരമായിട്ട് ഈ വീടിൻ്റെ പകുതി അവകാശം ലക്ഷ്മിയെടുത്തി ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ലക്ഷ്മിയെടുത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അവളങ്ങനെ ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവൾ ജീവനോടെ ഉണ്ടാവില്ല എന്ന്. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ലക്ഷ്മിയെടുത്തി ഒരിക്കലും ഇങ്ങോട്ട് താമസിക്കാനൊന്നും വരില്ല. അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. വേറെ ഒരുപാട് സ്വത്തുക്കൾ അവരുടെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തിനാ നാണം കെട്ട് ഇവിടെ വന്ന് താമസിക്കണമെന്ന്. പിന്നീട് സ്വാതിയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ നിൻ്റെ അപ്പച്ചിയുടെ വാക്കും കേട്ട് ഇവിടെ താമസിക്കാമെന്ന് മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലാതെ നിനക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും കണ്ണേട്ടൻ്റെ ഭാര്യയായി ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നീ ഇരിക്കണ്ട. ഇനിയിപ്പോൾ ലക്ഷ്മി അടുത്തിയായിട്ടുള്ള ബന്ധം കണ്ണേട്ടൻ വേർപിരിഞ്ഞാലും നിന്നെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചൊന്നും നീ ഇരിക്കണ്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോക്കളുടെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇപ്പം തന്നെ കണ്ടില്ലേ, നിൻ്റെ ആങ്ങളെയാണെങ്കിൽ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കിടക്കുക. എൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന അവൻ എത്രയും പെട്ടെന്ന് മരിക്കണം എന്ന് തന്നെയാണ്. സമയത്ത് ദുർഗ ഈ മഞ്ജുവിനോട് പറയുന്നുണ്ട്, മതി, നീ നിർത്തടി, നീ പൊയ്ക്കോ ഇവിടുന്ന്, നീ ഇനി ഒരുപാട് നേരം ഇവിടുന്ന് സംസാരിച്ചാൽ എൻ്റെ സമനില തെറ്റുമെന്നും പറഞ്ഞ് ദുർഗ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തുവിനെയും ലേഹേനെയും കണ്ണനെയൊക്കെയാണ്. കണ്ണനാണെങ്കിൽ അനന്തുവിനോടും ലേഹേനോടൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം നമ്മൾ സുരക്ഷിതര, പക്ഷേ മേഘന് ബോധം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നടന്നു തുടങ്ങിയ സത്യം അവനെല്ലാവരോടും പറയും. പിന്നെ നമ്മളുടെ ഈ നാടകം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ മഹിക്കും എൻ്റെ കുഞ്ഞിനും ജീവനിൽ ആപത്തുണ്ടാവും. അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അനന്ത് പറയുന്നുണ്ട്, എന്തായാലും മാർക്കും അവിടെ തന്നെ ഉണ്ടല്ലോ, അവൻ തന്നെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിക്കൊള്ളുമെന്ന്. എന്നാൽ ഞാൻ ഇനി വീട്ടിലേക്ക് ചെല്ലട്ടെ. ഇപ്പോൾ അവിടെ എൻ്റെ രണ്ടാനമ്മയും സ്വാതിയും മഹിയുടെ അനുജത്തിയൊക്കെ മേഘൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കുമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട എന്തായാലും കണ്ണേട്ടനൊന്ന് സൂക്ഷിക്കണം, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ആക്രമം പ്രതീക്ഷിച്ചോളണം കേട്ടോ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതെനിക്കറിയാട്ടോ, എന്തായാലും ഞാൻ നോക്കിയും കണ്ടു നിൽക്കുള്ളൂ എന്ന് കണ്ണൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മേനോട് പറയുന്നുണ്ട്, അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് പ്രതാപമെന്ന് ചോദിക്കുമ്പം ആ മാർക്കോ ആക്സിഡൻറ്റ് പറ്റി ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിലാണ്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നിന്നോട് ഇതാരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം വേറെ ആരുമല്ല, ഉണ്ണിക്കുട്ടനെ വിളിച്ച് പറഞ്ഞ്. അത് മാത്രമല്ല മേഘനും എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റി ആസ്പത്രിയിൽ കിടക്കുന്നുണ്ട്.
ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് അവനക്ക് ഇത് എന്ത് പറ്റിയതാടാന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, എന്തായാലും എനിക്ക് മേഘനെ കാണാനൊന്ന് ആസ്പത്രിയിൽ പോകണം. ആ സമയത്ത് ആ മാർക്കോയെ കയറിയൊന്ന് കാണണം. അത് മാത്രമല്ല ആ മാർക്കോയിനെ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവനെ തീർക്കാൻ പറ്റുമെന്ന് നോക്കണം. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതൊക്കെ വേണോടാ, അവന് എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ വെറുതെ വെച്ചേക്കില്ല എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അതൊന്നും അമ്മ, ഇപ്പം മാർക്കോ ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിൽ കിടക്കണമെന്നാണ് ഉണ്ണിക്കുട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവന് എന്തെങ്കിലും ചെയ്താലും പ്രശ്നമൊന്നുമില്ല, അവനക്കത് മനസ്സിലാവില്ല. അത് മാത്രമല്ല നമ്മളാ ചെയ്തതെന്ന് അറിയാതിരുന്നാൽ പോലെയെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്ത് ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിച്ചിട്ട് വേണം കേട്ടോടാ. ഇതിനു മുമ്പ് പല പ്രാവശ്യം അവനിൽ നിന്നും തല്ലി കിട്ടിയേക്കണതാണ് നിനക്കും മേഘനും. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം മേഘൻ്റെ കൈയും കാലും അവൻ തല്ലി ഓടിച്ചതാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് എന്തിനെങ്കിലും പോകുമ്പോൾ 2 വട്ടം ചെത്തിക്കണം. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഇനിയിപ്പോൾ അവൻ എന്നെ തിരിച്ചെന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല, അവനിപ്പോൾ അനങ്ങാൻ പറ്റാതെ കട്ടിലേക്ക് എടുക്കുമല്ലോ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയും കരുണയും സ്വാധീനയുടെ കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എന്നാലും മഞ്ജുവിൻ്റെ ഒരു ധൈര്യം നോക്കിയ അമ്മ, പണ്ട് അവൾ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലായിരുന്നു, ഇപ്പം ആ സാഗറിൻ്റെ കൂടെ ചേർന്നതിന് ശേഷം അവൾ എന്തൊക്കെയാണ് പറയണതെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ പിരിക്കാൻ പോകുന്നത് മഞ്ജുവിനെയും സാഗറിനെയും. ഇപ്പം അവൾ കുറച്ച് നേരം സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അത് കഴിയുമ്പോൾ അവളുടെ ജീവിതം നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകുള്ളൂ എന്ന്. ആ സമയത്ത് സ്വാതി പറയുന്നുണ്ട് ഇപ്പോഴും മഞ്ജുവിനെ സ്വീകരിക്കാൻ മേഘേട്ടൻ തയ്യാറാണ്. അന്നേരം കരുണ പറയുന്നുണ്ട് അതിന് മേഘേട്ടൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ഗുരുതരമല്ലേ, മേഘേട്ടൻ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പോലും ഡോക്ടർമാർ സംശയം പറയണതാണ്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ വന്നതും ദുർഗയൊക്കെ ഓടിച്ചെന്നിട്ട് കണ്ണയുടെ മോനെ മേഘനിപ്പോൾ എങ്ങനെയുണ്ടടാന്ന് ചോദിക്കണം. ആ സമയം കണ്ണൻ ഭയങ്കര സങ്കടം അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്ത് പറയാനാ അമ്മേ, അവൻ്റെ നില ഭയങ്കര ഗുരുതര, ഇപ്പം അവനെ ഡോക്ടർ സർജറി ചെയ്തുകൊണ്ടിരിക്കുക, സർജറി കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാന്നാണ് പറഞ്ഞത്, അഥവാ ഇനി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും പഴയതുപോലെ ഓടിച്ചാടി നടക്കുന്ന മേഘനെ നമുക്ക് കാണാൻ പറ്റില്ല അമ്മയെന്ന്. ആ സമയം ദുർഗ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് മോനെ ഈ പറയണതെന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മ, അവൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്, അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അമ്മ, എന്തായാലും അവൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര സീരിയസാണ്. അത് കേട്ടതും സ്വാതിയാണെങ്കിൽ എൻ്റെ ഏട്ടന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലേ കണ്ണേട്ടാന്നൊക്കെ ചോദിച്ച് കരയുന്നുണ്ട്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട് നീ സമാധാനപ്പെടും സ്വാതി, എന്തായാലും അവനെ രക്ഷിക്കാനുള്ള എല്ലാ വഴിയും ഞാൻ നോക്കുന്നുണ്ട്, അതിനുവേണ്ടി എത്ര പൈസ ചിലവായാലും ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നീട് കണ്ണൻ റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിൽ ചെന്നതും മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഫോൺ എടുത്തതും കണ്ണേട്ടൻ വീട്ടിലെത്തിയെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഉപമഹി ഞാൻ വീട്ടിലെത്തി, അവിടെ കരുണയൊക്കെ എന്ത് പറയുന്നു കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം അവരൊക്കെ മേഘൻ്റെ ആക്സിഡൻറ്റ് അറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും നല്ല പേടിച്ചിരിക്കുക, ഞാൻ അവരെ ഒന്നും കൂടി പേടിപ്പിക്കാൻ വേണ്ടി മേഘൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനി അവൻ ജീവിതത്തിലേക്ക് അങ്ങനെ തിരിച്ചു വന്നാൽ നമ്മുടെ എല്ലാ നാടകവും പൊളിയൂല കണ്ണേട്ടാന്ന് പറയുമ്പോൾ അതിലൊരു സംശയമില്ല മഹി, അവനക്ക് ബോധം തെളിഞ്ഞ് അവൻ എന്തായാലും ഈ കാര്യം ആരോടെങ്കിലും പറയും, എനിക്ക് വീൽ ചെയറില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല, അത് മറ്റുള്ളവരെ അറിയാതിരിക്കണമെങ്കിൽ അവനിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത്, അതിനു മുമ്പേ അവനെ കൊന്നു കളയാമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കണ്ണേട്ടാ, ഈശ്വരൻ കൊടുത്ത ആയുസ് എടുക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ആ സമയം കണ്ണൻ പറയുന്നുണ്ട് അത് അവർ ചിന്തിക്കുന്നില്ലല്ലോ മഹി, എത്ര പ്രാവശ്യം എന്നെയും തന്നെയും കൊല്ലാനായിട്ട് മേഘനും പ്രതാപനൊക്കെ നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അതുമാത്രമല്ല നമ്മളവനെ കൊല്ലണമൊന്നുമില്ല, അത് മാർക്കോയുടെ കൂട്ടുകാരോ ചെയ്തോളുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ലേഖ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മഹി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം അത് കണ്ണേട്ടൻ വിളിച്ചിരുന്നു, ഇനിയിപ്പോൾ മേഘന് ബോധം തെളിഞ്ഞാൽ എന്തായാലും കണ്ണേട്ടൻ നടന്നു തുടങ്ങിയ വിവരം എല്ലാവരും അറിയുമെന്നാണ് കണ്ണേട്ടൻ പറയുന്നത്. ലേഖ പറയുന്നുണ്ട് ഇല്ല മഹി, അവൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല, അതുമാത്രമല്ല മാർക്കോയെ ഈ അവസ്ഥയിലാക്കിയ മേഘനെ മാർക്കോ വെറുതെ വിടുമെന്ന് മഹിക്ക് തോന്നുന്നുണ്ടോ, മാർക്കോയും മാർക്കോയുടെ കൂട്ടുകാരും ചേർന്ന് അവനെ കൊന്നു കളഞ്ഞോളും, അതൊന്നും ഓർത്ത് മഹി ടെൻഷനാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണ്. മാർക്കോ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ലോപ്പസ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് മാർക്കോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ലോപ്പസ്, പിന്നെ പോലീസ് കണ്ണൻ സാറിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു എന്ന് ലോപ്പസ് പറഞ്ഞപ്പോൾ മാർക്കോ പറയുന്നുണ്ട് അതെനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കഥകൾ മാറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ കണ്ണൻ സാറ് ഇതിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ കണ്ണൻ സാറ് എങ്ങനെയാണ് മേഘൻ്റെ തലയിൽ കല്ലെടുത്തിട്ടെന്നുള്ള ചോദ്യം വരും, അപ്പോൾ കണ്ണൻ സാറ് നടന്നു തുടങ്ങിയ വിവരം മറ്റുള്ളവരും അറിയും, അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ മേഘൻ്റെ തലയിലേക്ക് കല്ലെടുത്തിട്ടെന്ന് ഞാൻ പറഞ്ഞത്. ആ സമയം ലോപ്പസ് പറയുന്നുണ്ട് കണ്ണൻ സാർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും
പോലീസ് ചെന്നപ്പോൾ തന്നെ കണ്ണൻ സാറിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇല്ലെങ്കിൽ കണ്ണൻ സാറ് നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു തന്നെയായിരുന്നു. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ ആ മേഘൻ്റെ കാര്യമല്ലേ അത് നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന്. ഇതേ സമയം നമ്മളുടെ മേഘനാണെങ്കിൽ ഇങ്ങനെ യാതൊരു അനക്കവും ഇല്ലാതെ കണ്ണും തുറച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. വായിലാണെങ്കിൽ എന്തൊക്കെയോ ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നമ്മുടെ കണ്ണൻ വരുന്നുണ്ട്. കണ്ണനെ കണ്ടിട്ട് മേഘന് തിരിച്ചറിയോ, മേഘന് യാതൊരു മാറ്റമോ ഒന്നും കാണുന്നില്ല. കണ്ണനെ നേരം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ വീൽ ചെയറിൽ എത്രയോ വർഷം ജീവിച്ചു, നീ ഇനി എന്തായാലും കട്ടലേ തന്നെ കുറച്ചു കാലം ജീവിക്കടാ, നീ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ എന്നാലേ ആവുള്ളൂ. അതുമാത്രമല്ല നിൻ്റെ അച്ഛനും നിൻ്റെ അമ്മയും എല്ലാവരും ദുഷ്ടക്കൂട്ടങ്ങളാണ്, അപ്പോൾ അവർക്ക് പറ്റിയ ശിക്ഷ ഭഗവാൻ തന്നെ തന്നേക്കണേ ഇതെന്നും പറഞ്ഞ് കണ്ണൻ കുറച്ച് നേരം മേഘനെ നോക്കി നിന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ശരിക്കും മേഘന് കണ്ണനെ കണ്ടിട്ട് യാതൊരു മാറ്റവും, ഒരു ഓർമ്മയോ ബോധമോ ഒന്നുമില്ലാത്ത ലെവലിൽ തന്നെയാണ് മേഘൻ കിടക്കുന്നത്. നേരെ കണ്ണൻ പോകുന്നത് ഡോക്ടറുടെ അടുത്തേക്കാണ്. ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് കണ്ണൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡോക്ടറെ, സർജറി കഴിഞ്ഞിട്ട് മേഘന എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ ഒരു മാറ്റവും ഇല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ തന്നെ മാസങ്ങൾ പിടിക്കുക. അത് കേട്ടതും കണ്ണനക്ക് അല്പം ഒരു ആശ്വാസം ആവുന്നുണ്ട്. കണ്ണൻ അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും മഹിയുടെ പ്രസവം കഴിയണ വരെയും ഇവനക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതിരുന്നാൽ മതിയായിരുന്നു ഭഗവാനെ എന്നും പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതൊരു ബൈ.